പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു യാത്രാവിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫാമിലി ട്രിപ്പ് മീൻസ് എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ഫാമിലി ട്രിപ്സിൻ്റെ വിശേഷം. എല്ലാവരും കൂട്ടിയിട്ട് ഒരു ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ ആദ്യം എന്തൊക്കെ നമ്മൾ കരുതണം, എന്തൊക്കെ പ്ലാൻ ചെയ്യണം, അതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് ടൈം മസ്റ്റായിട്ട് മാറ്റി വയ്ക്കണം. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബഡ്ജറ്റ്, അതിൻ്റെ കോസ്റ്റ്, അതുപോലെ നമ്മൾ എത്ര ടൈം ഓരോ സ്ഥലത്തും സൈറ്റ് സീയിങ്ങിനും മറ്റും ചിലവഴിക്കണം, ടൈം മാനേജ്മെൻറ്റ്, ഇതൊക്കെ നന്നായി പ്ലാൻ ചെയ്യണം. പിന്നെ ഒരു മസ്റ്റായിട്ട് വേണ്ടത് ഫാമിലി ട്രിപ്പ് ആകുമ്പോൾ പലരും പല പ്രായക്കാരും പല അസുഖക്കാരും ഒക്കെ ആയിരിക്കും. അപ്പോൾ സ്കൂൾ ട്രിപ്പ് പോലെ ഒരേ വൈബൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, പേഷ്യൻസ് ആയിരിക്കണം. മീൻസ് ചിലർക്ക് സൈറ്റ് സീയിങ്ങിന് കുറച്ച് ലോങ് ആയിട്ട് നടന്നു പോയി കാണാനുള്ള ഇത് വൈബായിരിക്കും, ചിലവർക്ക് അതിന് കഴിയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരുടെ ടൈം മീൻസ് എൻജോയ് ചെയ്യേണ്ടവർ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിക്കാനുള്ള പേഷ്യൻസ് നമ്മൾ കാണിക്കണം. ക്ഷമ മസ്റ്റാണ്. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും. തെറ്റാതെ നല്ല എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് പോകുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. അപ്പോൾ എല്ലാവരുടെയും സൈറ്റ് സീയിങ്ങിനുള്ള ടൈമും അതുപോലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഈവൻ സിൽവർ സ്റ്റോമൊക്കെ ആണെങ്കിൽ കുറേ ഓഫറുകളുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി അതിൻ്റെ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസൊക്കെ നമുക്ക് കിട്ടും. ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് ഉണ്ട്. അതുപോലെ ഓരോ ടീമിന് സ്റ്റുഡൻസിന് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്. അതുപോലെ കുടുംബശ്രീക്കാർക്കൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്. അപ്പോൾ ബുക്ക് ചെയ്ത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ കൈപ്പറ്റാൻ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആവശ്യാനുസരണമുള്ള എസെൻഷ്യൽസൊക്കെ പാക്കേജ് ചെയ്യുക, ഫസ്റ്റ് എയ്ഡ് അതുപോലെയുള്ള ഇതൊക്കെ പാക്ക് ചെയ്യുക. പിന്നെ സ്നാക്സൊക്കെ ബോറിംഗ് ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ സ്നാക്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുക. അതുപോലെ കുറച്ച് ചൂടുവെള്ളം ഒക്കെ കുട്ടികളുള്ളവർ, ഈവൻ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പൊടിയരിക്കഞ്ഞി വരെ ഫ്ലാസ്കിലാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഉപകാരപ്പെട്ടു. കാരണം കുട്ടികൾക്കൊന്നും മോസ്റ്റ്ലി ഫുഡൊന്നും പിടിക്കില്ലല്ലോ, അവരുടെ നമ്മുടെ ഫുഡല്ലല്ലോ അവരുടെ ഫുഡ് ഉണ്ടാവുക. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യമുള്ള ഫസ്റ്റ് എയ്ഡ് അടക്കം എല്ലാതും പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായമാണ്, വയസ്സായവർക്കൊക്കെ ഈ വാട്ടർ തീം പാർക്ക് ഒട്ടും നമുക്ക് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എൻജോയ് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടികൾ കളിക്കുന്നത് കണ്ട് എൻജോയ് ചെയ്യാന്നല്ലാതെ അവർക്ക് റൈഡുകളിലൊന്നും കയറാനോ ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ ഈവൻ നമ്മുടെ മലമ്പുഴയൊക്കെ ആണെങ്കിൽ മലമ്പുഴയിൽ അവർക്ക് ഒരാളുടെ മേൽനോട്ടത്തിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ട് ഫാൻറ്റസി പാർക്കിൽ വേണമെങ്കിൽ നമുക്ക് കുട്ടികളെ കയറ്റാം. കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനത്തെ സൈറ്റ് സീയിങ്ങും ഒക്കെ ഭയങ്കര ബോറിങ്ങും ആയിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പറ്റണ വിധം എൻ്റർടൈൻമെൻറ്റുകൾ പ്ലാൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബോറായിരിക്കും ട്രിപ്പ്. പിന്നെ നമുക്ക് കുറച്ച് സോങ്സും കുറച്ച് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരും കുറച്ച് തമാശക്കാരൊക്കെ ഉണ്ടെങ്കിൽ ബസ്സിലൊക്കെ ട്രിപ്പ് വൈബായിരിക്കും. ഒരു ഫാമിലി ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബോണ്ടിങ് ആണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കുടുംബസംഗമൊക്കെ പോലെ അതിൻ്റെ മെമ്മറീസൊക്കെ നമ്മൾ എടുത്തു വെക്കുക. അതുപോലെ അതൊക്കെ എഴുതി വെക്കുക. അതൊക്കെ ഇതുപോലെ വീഡിയോകളും ഫോട്ടോസൊക്കെ ആയിട്ട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് പിന്നീട് നമുക്കത് കാണുമ്പോൾ നല്ല ഒരു മീൻസ് അത് ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് നല്ല ഫാമിലി ബോണ്ടിങ് ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. അടിപൊളിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ വൈബാക്കിയ ഡാൻസുകളും ഒക്കെ പാട്ടുകളും കവിതകളും ഒക്കെ ആയിട്ട് ബസ്സൊക്കെ വൈബ്. പിന്നെ ഓരോരുത്തർക്കും എൻജോയ്മെൻറ്റിൻ്റെ തലങ്ങൾ വേറെ വേറെ ആയിരിക്കും. പിന്നെ ഇത് പോയി വരുമ്പോഴാണ് നമുക്ക് കുറേ അറിവുകൾ കിട്ടുക. ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അതങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ. ആ അറിവുകളൊക്കെ കൂട്ടി വെച്ച് പുതിയ നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. പിന്നെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ഫീഡ്ബാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയും. പക്ഷേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് നെഹദി മന്തിയിലൊക്കെ പോയി മന്തിയൊക്കെ കഴിച്ച് പിന്നെ വണ്ടി കയറിയപ്പോഴത്തേക്കും എല്ലാവരും കുഴഞ്ഞ് ഉറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ഫീഡ്ബാക്ക് സെഷനൊന്നും ഉണ്ടായില്ല. എനിവേ അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി.
മീൻസ് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റീസൊക്കെ ഒന്ന് വീതിച്ചൊക്കെ കൊടുത്തതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് റെസ്പോൺസിബിളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരുപാട് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ കിട്ടി. അങ്ങനെ നല്ലൊരു അടിപൊളി ട്രിപ്പായി മാറിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.